ചേട്ടാ എന്റെ എത്രയായി? സാറ് എന്തൊക്കെയായിരുന്നു കഴിച്ചേ? ഞാൻ 2 ഉഴുന്നുവട, ഒരു കട്ടൻ ചായ. കട്ടൻ ചായ, ബ്ലാക്ക് ടീ. കറുത്ത അത് പിന്നെ ഒരു കേക്ക്, ഒരു വെട്ട് കേക്ക്, ഒരു കട്ട്ലേറ്റ് അല്ലേ? കട്ട്ലേറ്റ്. വിട്ടേക്കല്ല, കട്ട്ലേറ്റ് ആയിരുന്നു ചേട്ടാ. കട്ട്ലേറ്റ് കളർ ഏതാണോ? അല്ല, കട്ട്ലേറ്റ് അല്ലായിരുന്നോ കഴിച്ചു? കട്ട്ലേറ്റ്. വിട്ടേക്കല്ല, കട്ട്ലേറ്റ് ആയിരുന്നു കഴിച്ചു. കട്ട്ലേറ്റ് നമ്മള് ശ്രദ്ധിച്ചില്ല, വിശപ്പായണ്ട്. ഓക്കെ, 280. സോറി 380. സാറിന്റെ ഇത്ര പൈസയോ? 380 സാറിന്റെ. അല്ല, ഞാൻ അതിൽ അങ്ങനെ മനസ്സിലാകുന്നില്ല സാറേ. 2 വട അല്ലേ? ബ്ലാക്ക് ടീ. 2 എവിടാന്ന്? എവിടാന്നാ ചോദിച്ചേ? 2 എവിടെന്നല്ല, 2 വട. 2 വട. 2 വട അല്ലേ സാർ? 2 വട, ഒരു ബ്ലാക്ക് ടീ, ഒരു കട്ട്ലേറ്റ്, ഒരു കട്ട്ലേറ്റ്. അത് തന്നെ 380. ചേട്ടാ, എനിക്ക് ഞാൻ ഇവിടുത്തെ അത് 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ കേക്ക വല്ല വന്ന ഞാൻ തിന്നേ. അല്ലല്ല, പിന്നെ അത്രയും വില എന്തോ? അല്ല, ഇവിടെ വിലയുണ്ട് ചേട്ടാ. എന്തോ എനിക്ക് മനസ്സിലായില്ല. എന്തോ നമ്മളേത് ഹോട്ടൽ, അതുപോലത്തെ ഹോട്ടലല്ലേ? ഹോട്ടലായാലും ഭക്ഷണം അത് തന്നെയല്ലയോ? ഞങ്ങള് സെസ് കൊടുക്കണ്ട ചേട്ടാ. നിങ്ങൾ ചെസ് കളിക്കുകയോ ക്യാരംസ് കളിക്കോ എന്ന് വേണേലും ചെയ്തോ. ഞാൻ ചോദിക്കുന്നത് എനിക്കൊക്കെ ഞാനിപ്പോ ഈ 350 രൂപ എന്തിന്റെയാ? ചേട്ടാ, നമ്മളിവിടെ ടാക്സ് കൊടുക്കണം ചേട്ടാ. ആര് കൊടുക്കണം? ഞങ്ങള് ഭക്ഷണം നിങ്ങൾക്ക് തരില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഞങ്ങള് ഇത് സർക്കാരിന് ടാക്സ് കൊടുക്കണം. ഞാൻ കഴിച്ചേന്റെയോ? എന്നിട്ട് വീട്ടിൽ ഞാൻ സ്ഥിരം കഴിക്കുന്നുണ്ട്, അവിടെ ആരും ടാക്സോ ഒരു കുന്തോ ഇല്ല അവിടെ. അതല്ല ചേട്ടാ. പിന്നെ ചേട്ടാ, നമ്മുടെ ഹോട്ടൽ ഇത്രയും വലുതായതുകൊണ്ട് ഞങ്ങള് സർക്കാരിന് ടാക്സ് കൊടുത്തേ പറ്റൂ. കൊടുത്തോ? എന്താ പ്രശ്നം? അപ്പൊ ചേട്ടൻ കഴിക്കുന്നതിനകത്ത് ഈ ടാക്സ് കൊണ്ട് വരും. അല്ല, എന്നാ അത് പറയണ്ടായിരുന്നോ? അല്ല, ഞാൻ ചേട്ടന് ആദ്യം മെനു കൊണ്ട് തന്നല്ലേ. കൊള്ളാം. ഇത്രയും കഴിച്ചപ്പോ ഈ പൈസ ഞാൻ മെനു കൂടെ തിന്നായിരുന്നല്ലോ. ചേട്ടാ, മെനു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരുന്ന ഭക്ഷണം ഇല്ലേ, ആ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു കാർഡാണ്. അതിനകത്ത് വില വിവര പട്ടി എല്ലാം ഉണ്ട്. ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല സത്യമായിട്ടും. ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. അതിനകത്ത് നോക്കി കഴിച്ചായിരുന്നു ഇത് സംഭവിക്കില്ലായിരുന്നു. 380 ആയി. അത് നടക്കുന്ന കേസല്ല. അത് ഒന്നാമത് എനിക്ക് അന്ന് സാമ്പത്തിക പ്രശ്നം ഉണ്ട്. ഇത് കണ്ടോ, ഈ കയറ് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? കയറ് വന്നപ്പോ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. കയറ് കണ്ടിട്ട് എല്ലാം മനസ്സിലായോ? ഒന്നും കയറ് കണ്ടിട്ട് എന്തോ മനസ്സിലാവാനാ ചേട്ടാ? ചേട്ടൻ വന്നു, ഭക്ഷണം കഴിച്ചു, പൈസ തരിക, പോവാതേ ഉള്ളൂ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നതാ. സത്യമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇപ്പൊ എന്റെ പൈസ ഇല്ല. ഞാൻ ഇതൊക്കെ ചോദിച്ചതേ ഉള്ളതേ ഉള്ളൂ. അപ്പൊ എന്തേലും ഒന്ന് കഴിച്ചിട്ട് അങ്ങ് പോവാന്ന് കരുതി. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ചേട്ടനാണോ ഈ കഴിച്ചിട്ടൊക്കെ പോകാൻ പോകുന്നത്? തൂങ്ങി ചത്ത് കിടക്കുമല്ലയോ? അപ്പൊ നമ്മൾ എത്ര നേരം കിടക്കേണ്ട വരും? ഒന്നത്. രണ്ടാമത് പിന്നെ പോലീസ് വന്ന് മതശ്രദ്ധി കേസെല്ലാം എഴുതുമ്പോ 2-3 മണിക്കൂർ പോമോ? പിന്നെ ഇതുകൊണ്ട് അവിടെ ആശുപത്രി കൊണ്ടുപോകും, പോസ്റ്റ്മോർട്ടം. അവിടെ എല്ലാം വിശന്നാ ഞാൻ ഈ ഇരിക്കുന്നത് ഓർത്തോണം. ഒന്നാമത് ഷുഗർ ഉണ്ട്, രണ്ടാമത് പ്രഷറും ഉണ്ടോ? അല്ല, പ്രഷർ അസുഖമല്ല, വീട്ടിൽ നിന്നുള്ളൊരു പ്രഷറാ. പണിക്ക് പോ, ജോലിക്ക് ആ ഒരു പ്രഷർ. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വിശന്നിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഈ ആത്മഹത്യക്ക് തുടങ്ങിയത്. ചേട്ടാ, എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? കുക്കനുണ്ട് ഇവിടെ ചേട്ടാ, ഇവിടെ ആത്മഹത്യ. പിന്നെ ഞാൻ എവിടെ ചെയ്യുന്നു പറ. എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? ഇതൊന്നും ഒരു പലഹാരമല്ല. അത് പറ. അപ്പൊ ഞാൻ ഈ കഴിച്ചൊന്നും ഒരു പലഹാരമല്ല. അതല്ല, ഈ ആത്മഹത്യ ഒന്നും ഒരു പരിഹാരമല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നെ കൂടെ തെറ്റിക്കല്ലേ ചേട്ടാ. ചേട്ടാ പ്ലീസ് ചേട്ടാ, ചേട്ടൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പൈസ തന്നിട്ട് പോകും. എന്റെ പണികളല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഒന്നാണ് സാമ്പത്തിക ബുദ്ധിമുട്ട്. എനിക്ക് ചേട്ടാ, സാമ്പത്തികത്തിന് ചേട്ടാ പണിക്ക് പോണം. അതെന്താ വർത്താനം പറയുന്നത്? പണിക്ക് പോകാനോ? ഞാനോ? ഞാൻ ചോദിക്കട്ടെ, പണിക്ക് പോയാലേ സാമ്പത്തികം ഉള്ളോ? സാമ്പത്തികമൊക്കെ പണിക്ക് പോകാനേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെയാണ്. അദാനി പണിക്ക് പോകുന്നുണ്ടോ? അംബാനി പണിക്ക് പോകുന്നുണ്ടോ? അവർക്കെല്ലാം പൈസ ഉണ്ടല്ലോ. അപ്പൊ അവർക്കൊരു നിയമം, എനിക്കൊരു നിയമം. അതൊന്നും ശരിയായ നടപടിയല്ല. ഇതൊക്കെ നടക്കും, കേരളത്തിൽ നടക്കും. ചേട്ടാ പൈസ തന്നിട്ട് പോ ചേട്ടാ. ചില അലമ്പുണ്ടാക്കല്ലേ ചേട്ടാ. ആദ്യം ചേട്ടൻ ഒരു പണിക്ക് പോകും. പണിക്ക് പറ്റത്തില്ല. നിങ്ങൾ കിട്ടും ചേട്ടാ, എവിടെയെങ്കിലും പണി. അതെനിക്ക് ഉറപ്പാ. കിട്ടിയല്ലോ. പണി കിട്ടുന്നുണ്ടോ? കിട്ടി. അതല്ലേ ഞാനിപ്പോ ഇതിനെ തുടങ്ങുന്നത്. ഇതിന്റെ അറ്റ കിട്ടുമെന്ന് പറഞ്ഞാൽ മാത്രം പണി ഞാൻ സംഘടിപ്പിച്ച് എന്നാ പോവോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങൾ ഇവിടെ കിടന്ന് ആത്മഹത്യ ചെയ്താല് ഞങ്ങൾക്കാണ് പ്രശ്നം. എന്റെ മുതലാളി വന്നാൽ അതിലും വലിയ പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഞാൻ ഇവിടെ തൂങ്ങിച്ചാത്ത എന്താ പ്രശ്നം? ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടൻ എന്താ ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ് ചേട്ടന്റെ പ്രശ്നം. സാമ്പത്തിക പ്രശ്നം. ചേട്ടന് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഉറപ്പാണ്. അപ്പൊ സാമ്പത്തികം കിട്ടിയാൽ ഓക്കെ. ഞാനൊരു കാര്യം പറയാം, നടക്കുമോ ഇല്ലൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളുടെ മുതലാളി ഒരു ദാനശീലനാ. ആർക്കും എന്തും വാരി കോരി കൊടുക്കുന്ന ഒരു മനുഷ്യനാ. അപ്പൊ പുള്ളിയോട് പറഞ്ഞാൽ ഇവിടെ ഒരു ജോലി സംഘടിപ്പിച്ചു തരും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചു. ഇവിടെ പറ്റത്തില്ല പറഞ്ഞാൽ, കാരണം അത് ഒരാളെ കീഴിൽ ഞാൻ ജോലി ചെയ്യുക. അത് പറ്റത്തില്ല. അതല്ല ചേട്ടൻ ഒന്ന് പണിയെടുക്കേ എവിടെങ്കിലും. എനിക്ക് 100 കൂട്ടം കാര്യമുണ്ട്. ഒരു കാര്യം ചേട്ടൻ ചെയ്യേ. നിങ്ങൾ ആ മുതലാളി ഒന്ന് വിളിക്കാവോ? മുതലാളി വിളിക്കാം. എവിടെ അങ്ങനെ ചുമ്മാ ചാടി കയറി പണിക്ക് വന്നേക്കൂ. പണിക്ക് വന്ന് പറഞ്ഞാൽ മതി.
ചേട്ടാ പൈസ തന്നിട്ട് പോ ചേട്ടാ. ചേട്ടാ കളിക്കാതെ. പൈസ അതെ ഞാൻ എൻ്റെ ഇല്ലെന്ന് പൈസ. എനിക്ക് 100 കൂട്ടം കാര്യമുണ്ട്. 100 കൂട്ടം കാര്യങ്ങളോ? ഒരു കാര്യം ചേട്ടൻ ചെയ്യേ, ബാക്കി 99 നിങ്ങൾ ചെയ്യുവോ? അതല്ല ചേട്ടൻ പൈസ തന്നിട്ട് പോ ചേട്ടാ, അതാ ഞാൻ പറഞ്ഞേ. പൈസ എന്റെ പൈസ ഇല്ല. നിങ്ങൾ എന്നാ മുതലാളികളെ ഇതിന്റെ ഒരൊറ്റ എവിടെ കിട്ടുന്ന ഒന്ന് പറയണേ. ചേട്ടാ ഇത് ഊര് ചേട്ടാ. ഓ അത് ശരിയാകത്തില്ല. അഥവാ നീ അതൊത്തില്ല ചെയ്യണ്ടേ. ഓരോ ആവശ്യം തിരിക്കുമ്പോഴാണ്. ഹലോ എവിടെ എത്തി? ഇവിടെ എത്തി. അവിടെ തീയോ? ഫയർഫോഴ്സിനെ വിളിക്ക്. ഞാനിവിടെ തീ എത്തിയോ? ഇങ്ങോട്ട് വാ. മുതലാളി വരുന്നുണ്ട്. മുതലാളി വരുന്നുണ്ട്. ഞാൻ കാര്യം പറയാം, എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് എന്താന്ന് കഷ്ടമായി പോയി കേട്ടോ. എന്നാ പറ്റി? ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തപ്പോഴും ഒരു പാവട ഒരു പട്ടിയുടെ കാലെ കയറ്റി നിർത്തിയോ. കുഴപ്പമില്ല. ഞാന് കുറച്ച് പൈസ എടുത്ത് ഞാൻ ആ പട്ടിയുടെ വായി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പട്ടിയുടെ വായി വെച്ച് പൈസ കൊടുത്തിട്ടുണ്ടോ? പിന്നെ പട്ടിക്ക് പോക്കറ്റുണ്ടോ? പോക്കറ്റ് വെച്ച് കൊടുക്കാൻ എത്തിയാനേ. അല്ല കുഴപ്പമില്ല, ആശുപത്രി പോകാൻ പറഞ്ഞിട്ടുണ്ട്. പോകുമായിരിക്കും, എന്തോ ചെയ്യാനെന്ന് പറ. അത് കണ്ടോ? പിന്നെ പട്ടി പുള്ളി ആത്മഹത്യ ചെയ്യാൻ ഇവിടെ കിടന്ന് ആത്മഹത്യ ചെയ്താ നമ്മളെ ഹോട്ടലിൽ അത് പ്രശ്നമാണ്. നമുക്ക് മൊത്തം നാണക്കേടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ചതിച്ച് ഗർഭിണിയാക്കിയിട്ട് അവൻ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യണം. എനിക്ക് നാണക്കേടാവൻ. അതല്ല, അവൻ ഭക്ഷണം കഴിച്ചു, തരാൻ പൈസ ഇല്ല കയ്യില്. പൈസ ഇല്ലാത്തവനാക്കി ഇവിടെ കയറ്റി ഭക്ഷണം കൊടുക്കണം. ആരും ഞാൻ കൊടുത്തല്ലോ. അവൻ വന്ന് കഴിച്ചിട്ട് പൈസ ഇല്ലെന്ന് പറയല്ലേ. എന്തോ ഇപ്പൊ പുള്ളി പറയുന്നത്. ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവന് പൈസ ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. പൈസ ഇല്ല, ആത്മഹത്യ എന്ന് പറഞ്ഞ സാമ്പത്തിക പ്രശ്നം. ചിലപ്പോ എന്താണെന്നറിയാമോടാ, അവൻ എന്തെങ്കിലും ജോലി ചെയ്യാണ്ട് ചിലപ്പം കിട്ടണ്ടേ. അതാ ജോലിയല്ല, അവൻ രാവിലെ ഒന്ന് പായം നിന്നിച്ച് കിട്ടണ്ടേ. അതായിരിക്കും അവൻ ജോലിക്ക് പോകാത്തെ. അതായിരിക്കും. അതായത് ഒന്ന് ഞാൻ ചോദിക്കട്ടെ പുള്ളി ഉടനെ. ഹലോ സുഹൃത്തേ, ഈ സൈക്കിൾ ചൊക്കാരെ പുള്ളിക്കാരൻ ഒന്ന് എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ യഥാർത്ഥത്തിൽ? ഇത് മേളിൽ കെട്ടാൻ സമ്മതിക്കത്തില്ല. അതാണോ ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം? അത് സാമ്പത്തിക പ്രശ്നം. എനിക്ക് പറ്റുന്നില്ല. പൈസ ഇല്ല. ജോലിയില്ല. ഞാൻ ഒരു കാര്യം, ഞാൻ ഇവിടെ സെറ്റ് ചെയ്യട്ടെ. ജോലി ഇവിടെ സെറ്റ് ചെയ്യട്ടെ. ഞാൻ വേണ്ട, അന്നേരം പിന്നെ നിങ്ങളുടെ കീഴിലായി പോയി. ഞാൻ എന്തോ കഷ്ടമാണ്. പറ്റത്തില്ല എനിക്ക്. എന്നാ പിന്നെ ഞാൻ എന്തോ ചെയ്തു തരണം. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അല്ലെ ഇത് മേളിൽ ഒരു അറ്റം കെട്ടി. അല്ല അങ്ങനെ ചെയ്യരുത്. അതിപ്പോ ഞാൻ ഇവിടെ ആൾക്കാരൊക്കെ വരുന്ന വേറെ പ്രശ്നം ഉണ്ടാവും. ആത്മഹത്യ ചെയ്താൽ ഒന്നാമത്തെ കാര്യം ആത്മാവ് മുകളിലേക്ക് പോകില്ല. അതെ, പിന്നെ എവിടെ പോകും? നടുക്ക് നിൽക്കും. അപ്പൊ പിന്നെ എനിക്ക് അവിടുന്ന് ബാക്കി പിടിച്ചു കയറ്റിയാ പോരെ. ഇതാണോ പറയുന്നത്? ഞാൻ പറഞ്ഞ ഈ ആത്മഹത്യ നമുക്കൊന്നും പരിഹാരമില്ല. അല്ല, ഒറ്റ ചെറിയൊരു മോട്ടിവേഷൻ. അതായത് ഈ കാണുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കിയത് വളരെയധികം കഷ്ടപ്പെട്ട. ഞാൻ ആരുമല്ലായിരുന്നു, ചെറിയ വളരെ നിസ്സാരപ്പെട്ടൊരു മനുഷ്യനായിരുന്നു ഞാൻ. അവിടെ ഞാൻ കഷ്ടപ്പെട്ട് ഓരോ ജോലികൾ ചെയ്താൽ ഞാൻ ഇതെല്ലാം സംബന്ധിച്ച. അതുകൊണ്ട് ജോലി ചെയ്യാൻ മനസ്സുണ്ടോ? ജോലി ചെയ്യാൻ മനസ്സ്. പക്ഷെ ഇവിടെ ഞാൻ ചെയ്യത്തില്ല. ഇവിടെ ചെയ്യത്തില്ല. എന്താണെന്നറിയാമോ, ചിലർക്ക് അങ്ങനെ. കാരണം സ്വയം തൊഴിൽ ചെയ്യണം. ഒരാളെ കീഴി പണിയെടുക്കുന്ന ഇഷ്ടമല്ല. സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യണം. ഒരു കാര്യം ചോദിച്ചാൽ ചെറുപ്പക്കാരൻ്റെ ജീവിത പ്രശ്നമല്ലേ, നമുക്ക് വേണ്ട പരിഹാരമുണ്ട്. നമുക്ക് ഇന്ന് എത്ര ഉണ്ട് കളക്ഷൻ? എത്ര ഉണ്ട് നോക്കട്ടെ. രാവിലെ ഇപ്പൊ എത്ര കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ ചെയ്യും. ഞാൻ ഒത്തിരി പേർക്ക് ഞാൻ ചെയ്യുന്നു. ഞാൻ അങ്ങനെ എന്റെ കൈ കിട്ടിയാൽ ഞാൻ ചെയ്യാതെ വിടത്തില്ല. ആണോ? എന്തെങ്കിലും എത്ര ഉണ്ട്? നമുക്കിപ്പോ എത്ര കിട്ടും? 1 2 3 ഉണ്ട്. മൂന്നുണ്ടോ? കൊച്ചേ ആ കയറങ്ങാൻ പറ്റിക്കേ. അവിടെ വെച്ചോ. ഈ 3 ലക്ഷം രൂപ കൊണ്ട് പിടിക്കുക. എന്നിട്ട് അന്തസ്സായിട്ട് എവിടെങ്കിലും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുക. നിങ്ങളെ പ്രശ്നം ഒഴിവായി കിട്ടും. മനസ്സിലായോ? അപ്പോഴും അത് ഊരത്തില്ല ഇനി കരുത്തേന്ന്. ഒരു മിനിറ്റ്, ഒന്ന് മൂത്രം വെച്ചിട്ട് ഇനി അതിന്റെ അടയ്ക്കോ? ഇല്ല, പൈസ കൊടുക്കട്ടെ, ഞാനിപ്പോ വരാം. വേണ്ട, ഞാനിത് പിടിക്കുവേ. അല്ലല്ല, അങ്ങനെ അങ്ങ് ചിലപ്പോഴേ നമ്മളെ കൺവെട്ടിച്ച് പോയി കളഞ്ഞാൽ. സാർ തന്നല്ലോ, പൈസ തന്നല്ലോ, പിന്നെന്തിനായി കിടന്നിട്ട്? അല്ല, ഞാൻ വരാം. ഇപ്പൊ വരാം. ഇപ്പൊ മൂത്രം ഒഴിച്ചോട്ടെ. ഇതെന്താ ഇവന്റെ ബുദ്ധിയല്ല എന്റെ. ചിലപ്പോ പൈസ കൊടുത്താൽ ഇവൻ തീരുമാനിച്ചിറങ്ങിയാണ് ചെയ്യുക. അതിനിപ്പോ ഇത് തുമ്പത്തൊണ്ട കുഴപ്പമില്ല. എത്ര കാലമായിട്ട് ഞാനൊരു ഇത്തിരി പൈസ ചോദിക്കുന്നു. ആരെങ്കിലും ഒന്നിങ്ങനെ കരഞ്ഞു കാണിച്ചാൽ പൈസ എടുത്ത് കൊടുക്കാൻ? എടാ ഞാൻ കഷ്ടപ്പെട്ട് വന്നവനാ. അപ്പൊ കണ്ണീര് കണ്ടാൽ എനിക്ക് വിഷമോ? നിന്റെ അമ്മയ്ക്ക് വീട്ടിലുണ്ടാ ഞാൻ പൈസ തന്നില്ല. നീ എന്നാ ഓർക്കുന്നു? അതുകൊണ്ട് മാമന് ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ മറ്റേ ഇല്ല ഇങ്ങനെ കൈയാട്ടുന്ന പ്രതിമ വയ്ക്കുന്ന പോലെ ഇവിടെ നിൽക്കാൻ പുള്ളിക്ക് പറ്റാത്തോണ്ട് പോയതാ. വെയിൽ കൊള്ളാൻ പറ്റും. അപ്പൊ ഞാൻ എല്ലാവർക്കും സഹായിക്കുന്നവനെ. ഇതെന്താ അറിയാം, ഞാൻ ഇവന്റെ കഥ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാത്തെന്ന് വെച്ചാ ഇതുപോലെ ഒരുത്തന്റെ വിഷമക്കഥ കേട്ട അവസാനം അത് ഞാൻ സിനിമയാക്കേണ്ടി വന്നു. ഞാൻ എന്നിട്ട് എത്ര കോടി രൂപ എന്റെ പോയെന്നറിയാം. അതുകൊണ്ട് ആ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഥ കേൾക്കാത്ത. മനസ്സിലായോ? അവൻ കാണുന്നില്ലല്ലോ മുതലാളി. പിടിച്ചു വെച്ചിക്കാതെ കാലേ മൂത്രം വീഴുന്നു. പെട്ടെന്ന് പോയോ ഇത്? വരുവാ. വരുന്നു. ഇതിങ്ങനെ പിടിച്ച ഇതങ്ങ് അഴിച്ചാൽ മതിയായിരുന്നു. പൈസ കിട്ടിയല്ലോ. ഞാനെന്താ അത്രമേലോട്ട് ചിന്തിച്ചുമില്ല. ഈ ഒരൊറ്റ സാധനത്തിന് ഇപ്പൊ ആ കയറുമായിട്ട് അവിടെ അതിന് വേണ്ടി പോയതാ ഞാൻ. അതങ്ങ് മാറ്റി. അപ്പൊ ഞാൻ എന്നാ എന്തായാലും ഒരു സ്വയം തൊഴിൽ ചെയ്യാം. തീർച്ചയായിട്ടും സാറേ. എനിക്കെന്തോ പറയണമെന്ന് ഒരു വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ ദൈവത്തെ പോലെ കാണുന്നേ. ആണോ? ഞാൻ വീട്ടിലൊരു ഫോട്ടോ വെച്ചോട്ടെ. അയ്യോ, ഫോട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കരുത്. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഞാൻ തീർന്നായിരിക്കും. അല്ല, ജെമിനിന്ന് എടുക്കരുത്. അത് ഷേപ്പ് മാറിപ്പോവും. ആണോ? ജെമിനിന്നുള്ളതല്ല, അല്ലാത്ത ഒരു ഫോട്ടോ. അതെ, ഒന്ന് കൈകാര്യം ചെയ്യണേ.
എന്തുവാ? അല്ല അതിന്റെ പൈസ ഞാൻ കൊടുക്കും. അല്ല നീ ഫോട്ടോയുടെ പൈസ ഞാൻ കൊടുക്കും. ഫോട്ടോ ഉടനെ എത്തിച്ചു കൊടുക്കണം വീട്ടിൽ. കേട്ടോ, കാരണം എന്റെ ഈ പൈസ ആവശ്യം പോലെ ഇരിക്കല്ലടാ. വിളക്ക് ഞാൻ കത്തിച്ചോളാം. വിളക്ക് ഞാൻ കത്തിച്ചോളാം. ഓക്കെ ഞാനെന്നാ പോയി എന്തെങ്കിലും ഒരെണ്ണം കേട്ടോ. എന്തെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ദൈവത്തിന്. അതേ ഉള്ളു ഇനി എന്റെ പരിപാടി. അതാ പ്രാർത്ഥനയാണ് ഇനി. അത്രയും വിചാരിച്ചാൽ ദൈവമേ. പിന്നെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്. അവനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. മേഡം ഇത് അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? മേഡം പറഞ്ഞാൽ അത് ഇടഭക്തി പറഞ്ഞങ്ങ് തീർക്കും. പിന്നല്ല അതാണോ പറഞ്ഞേ? പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തർക്കുത്തരം പറയാനല്ല പറഞ്ഞു. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാടാ. രൂപ 3 ലക്ഷം പോയത്. 3 ലക്ഷം പോയെന്ന് പറഞ്ഞു. അത് നാളെ ഉണ്ടാകും. നമ്മൾ കൊടുക്കുമ്പോൾ ദൈവം തരുമല്ലേ തിരിച്ച്. അങ്ങനെയാണോ ചെയ്യുന്നത്? ഇത് ശരിയല്ല കേട്ടോ. ആര് പറഞ്ഞു ശരിയല്ല? മോളുടെ തകർച്ചയുടെ തുടക്കമാണിത്. ഒരു തകർച്ചയല്ല. ഞാൻ കൊടുത്തെന്നും പറഞ്ഞു ഒരുത്തരും തരത്തില്ല. ഉള്ളവൻ കൊടുക്കടാ. കൊടുത്താലേ ദൈവം തരത്തുള്ളൂ. എന്റെ മൂത്രത്തി കല്ലിന് ഒരു ഇത്തിരി പൈസ ഞാൻ കടഞ്ഞു വെച്ചായിരുന്നു. മൂത്രത്തി പല്ലിന് പൈസ കടം ചോദിച്ചത് ഞാൻ ഈ കല്ല് വാടകയ്ക്ക് എടുത്ത് വെച്ചേക്കുന്നു. മൂത്രത്തെ കല്ല് പോകാൻ വേണ്ടിട്ട് ഡോക്ടറിനെ പോകാൻ വേണ്ടി പൈസ ചോദിച്ചില്ലായിരുന്നു. എന്നിട്ട് തന്നായിരുന്നോ? എന്തായാലും തരുന്നത് എനിക്ക് മൂത്രത്തെ കല്ലിന് പൈസ. ഞാൻ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ പോവാ. നീ പിരിഞ്ഞൊന്നും പോണ്ട. നീ ഇവിടെ നിനക്കും ഇതുപോലെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ തരും. ഏടാ ഇതാരടാ ഇത്? ഇതാരാ ഇത്? ഇവിടെ ഓരോരോ വഴിപാണി പോകട്ടെ ആൾക്കാരല്ലേടാ. ഞാൻ ആലോചിക്കുന്നു. ഏടാ മറ്റവനാടാ അത്. എടാ അവനാന്നത്. ഇത് കറക്റ്റ് ആണോ ഇരിക്കുന്നത്? അയ്യോ അല്ല അല്ല ഒറ്റയ്ക്ക് ചെയ്യുമ്പോ അതാ കുഴപ്പം. ഞാൻ സഹായിക്കാലോ. സഹായിക്കണം. ഞാൻ സഹായിക്കുമല്ലോ. പിന്നെ എനിക്ക് അവിടെ പിടിച്ച് ഇങ്ങോട്ട് മാറ്റേ. ഇവിടെ ഞാൻ സഹായിച്ചോളാം. മതിയോ? ഇവിടെ ഞാൻ സഹായിച്ചോളാം. എന്തുവാ സംരംഭം? ഞാന് സാർ പൈസയില്ലയോ, ഞാൻ ആ പൈസ കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോ തന്നെ ഈ വഴിയിൽ ഈ കച്ചവടത്തിലിട്ട് ഇതുപോലെ ഞാൻ ഇങ്ങ് വാങ്ങിച്ചു. പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങിച്ചു. കണ്ടോ നാളത്തേക്ക് വെച്ചില്ല. കാരണം വെച്ചാൽ ഇത് മറിഞ്ഞു പോയാൽ അവന് നഷ്ടം വരും. അപ്പൊ അങ്ങനെ വേണം ചെറുപ്പക്കാര്. അങ്ങനെ വേണം ചെറുപ്പക്കാര്. അതാണ് അതുകൊണ്ട് സാർ ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യണം. കണ്ടോ നിന്റെ അമ്മയുടെ വീട്ടിലൂടെ കട എന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചോടാ. എടാ ചെറുപ്പക്കാരനെ സഹായിച്ചോ. അവൻ എന്നെ കൊണ്ട് ഉദ്ഘാടനം. അതാണ് നന്ദി എന്ന് പറയുന്നത്. അങ്ങനെ വേണം. എനിക്ക് ഞാൻ ചെയ്യും. അതിനാ ഞാൻ ഇവിടെ വരെ ഈ കോട്ടലിന് മുമ്പേ വരെ കൊണ്ടുവന്ന്. ആണോ? മനസ്സിലായില്ലേ? എന്റെ കുഞ്ഞ് എല്ലാ ഐശ്വര്യവും എന്റെ കുഞ്ഞിനും കൊടുക്കണം. അപ്പൊ നല്ല രീതിയിൽ വരണം. ഒരു മായവും കള്ളത്തരവും കാണിക്കാൻ പാടില്ല. ചതിക്കാൻ പാടില്ല. ചതിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ വിജയം നന്നായിട്ട് വരും കേട്ടോ. ഞാൻ ഇതിനെ പിടിച്ചാൽ കേറി. ഞാൻ അത് മതി കേട്ടോ. എവിടാന്ന് വെച്ചാ പോയി ജീവിക്കണേ. പെട്ടെന്ന് പുള്ളിയല്ലേ നമ്മൾ പറയേണ്ട രീതി പറയണം. പിന്നെ ബാക്കി ഇതിന്റെ ബാക്കി കണക്കും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടേ തട്ട വെക്കുന്നുണ്ടല്ലോ ഇവിടെ. അതെന്തിനാ അതല്ലേ ഉരുണ്ട് പോകത്തില്ലയോ? അങ്ങനെ എന്തിനാന്നറിയാമോ? പെട്ടെന്ന് ഉരുണ്ട് പോയാലേ പുള്ളി ഒറ്റയ്ക്കല്ലേ ഉള്ളു. കൈ നിന്നില്ലെങ്കിലേ അതായിരിക്കും. കഴിയുമ്പോ അങ്ങെടുക്കും. സെറ്റായി. അപ്പം സ്വയം പ്രയത്നം കൊണ്ടും സ്വന്തമായിട്ടുള്ള അധ്വാനം കൊണ്ടും സാർ തന്ന പൈസ കൊണ്ട് ഞാനൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സഹകരിക്കണം. പിന്നെ വെടിക്കെട്ട് ചായ തരും. അവിടുത്തെ പോലെ 60 രൂപ ഒന്നുമില്ല, 20 രൂപയുള്ള ചായ. സൂപ്പർ ചായ. അത് അവിടെ അടിക്കുന്ന അതേ പാല നമ്മൾ ഉപയോഗിക്കുന്നത്, അതേ പഞ്ചസാര, അതേ തേയില. പക്ഷെ പൈസ 20 രൂപ മാത്രം. അപ്പം എല്ലാവരും പറഞ്ഞാൽ ചായ കുടിക്കാം കേട്ടോ. എല്ലാവരും സഹകരണം ഉണ്ടാകണം. എല്ലാവരും സഹകരണം. അല്ലാതെ ഇവിടുത്തെ കൂട്ടുള്ള ചായ ഒന്നുമല്ല. സൂപ്പർ ചായ നമ്മൾ കൊടുക്കും. ഇതല്ല കോമഡി അല്ലേ? അതല്ലേ എന്തോ അല്ല തമാശ അടിക്കുന്നതല്ലേ അങ്ങനത്തെ? ഏത് ഇപ്പൊ ഇതിന്റെ ഒരു പരിപാടി അല്ല എന്റെ ഇത്. അതിനെന്തോ എന്താ പറ്റി? അല്ല മുതലാളിയാണല്ലോ പൈസ. അതുകൊണ്ടാണല്ലോ ഇവിടെ കൊണ്ട് വെച്ചത്. അതൊക്കെ ഞാൻ അതിന് തന്നു. പക്ഷെ അപ്പൊ ഇത് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചാൽ അങ്ങനെ നിങ്ങളെന്റെ പൈസ ഞാൻ ഇവിടെ കച്ചവടം തുടങ്ങണ്ടേ? അല്ലല്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ പൈസ തന്നു നിങ്ങൾക്കൊരു സ്വയം തൊഴിൽ ചെയ്യാം. അപ്പൊ അത് എന്റെ നെഞ്ചത്ത് തന്നെ എന്തിനാന്നുള്ളതാണ് എന്റെ ഒരു. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളല്ലേ എന്നെ സഹായിച്ചത്. അപ്പൊ പിന്നെ ഇത് ഇവിടെ വേണ്ടേ വെക്കാൻ? അതിപ്പോ ഞാൻ പിടിച്ചെടുക്കുന്ന മുതലൊന്നും അല്ലല്ലോ ഇവിടെ വെക്കാൻ. വേറെ എവിടെല്ലാം വെക്കാം. പക്ഷെ എനിക്കതൊരു മനസ്സിനൊരു വിഷമം പോലെ. എന്താണെന്നറിയാമോ? അതായത് ഞാൻ ആർത്തു നിങ്ങൾ എന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കാര്യം ശരി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തള്ളിക്കൊണ്ട് അപ്പുറത്തെങ്ങാനും പോവെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ എനിക്ക് എന്നെ തലയ്ക്ക് വെളിവില്ലയോ? ഞാൻ അങ്ങനെ പോവോ? എന്നെ സഹായിച്ചാളല്ലയോ? സാറല്ലേ പൈസ തന്നേ? അതെ. സാറിന്റെ ഹോട്ടലല്ലേ? നമ്മളിവിടെ ഇതൊക്കെ തന്നെയല്ലേ കച്ചവടം ചെയ്യുന്നേ? ചെയ്തോ. അപ്പൊ ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് ആ സാധനം തന്നെ ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോഴേ നമ്മുടെ കച്ചവടം ചുമ്മാ ഇത് റോഡാണ്. റോഡ് പൊതുവഴി. ഇത് സ്റ്റേറ്റ് ഹൈവേ. എന്തോ എനിക്ക് ജീവിക്കല്ലേ? നിങ്ങൾ ജീവിച്ചോടാ. പക്ഷെ എന്റെ സാധനം എടുത്ത് മാറ്റാം. പിന്നെ തൊടാനൊക്കെ ഇതാ തൊട്ടാ അഭിതം മാറും. ശരിയാ, അത് നടക്കുന്നില്ല പരിപാടിയല്ല. ഞാൻ നിന്നെ സഹായിച്ചവനാ. ഞാൻ അതിനെന്തോ കുഴപ്പം. സഹായിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഞാനിത് കൊണ്ട് ജീവിക്കും. എന്റെ വണ്ടിയെ തൊട്ടാൽ കൊന്നുകളെ ഞാൻ പറഞ്ഞ കേട്ടോ. എനിക്ക് എപ്പോഴൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നെ വണ്ടിയെ കയറി കളിക്കുന്നത്. അതല്ലേ എനിക്ക് അവരെ തൊട്ട് പോയേക്കാം.
തൊട്ടുപോയേക്കരുത്. അവനാ എനിക്കൊരു ജീവിതമാർഗം പറഞ്ഞു തന്നത്. അവനാ എനിക്കൊരു ജീവിതമാർഗം. എന്റെ നെഞ്ചത്ത് തിരിയുവാണോ? ആ പിന്നെ എടാ എന്ന് പറഞ്ഞൊന്ന് മാത്രം ഇവിടെ കച്ചവടം നടക്കണ്ടായത്. കച്ചവടം നടക്കണം, അതാണ് എന്റെ ആഗ്രഹം. എന്തോ വേണ്ടേ? വേണ്ടോ? എന്തോ വേണ്ടേ? ചായ വല്ലതും കുടിക്കണോ? ചായ വല്ലതും കുടിക്കണോ? വേണ്ട, ബിസ്ക്കറ്റ് എന്തെങ്കിലും. ദൈവം, ബോംബെ തെരുവോരങ്ങളിൽ കച്ചവടം ചെയ്തുണ്ടാക്കിയ സ്ഥാപനമാടാ. ഇല്ല ഇല്ല ഇല്ല, എടുക്കത്തില്ല. നീ ഒറ്റ കാരണല്ല ഇത്ര പ്രശ്നമുണ്ടായ. ഇതാ ഒരു കാര്യം പറഞ്ഞ മുതലാളി, വെറുതെ വേലിയിടുന്ന് പാമ്പിനെടുത്ത് കോട്ടയത്ത് ഞാനല്ലടാ കൊണ്ടുവച്ചേ. നീ ആയിട്ട് എന്നെ കൊണ്ട് വെപ്പിച്ചതാണ്.